നമ്മൾ തനിയെ പോയി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് പോലെയല്ല കുടുംബവും കൂട്ടുകാരും ഒത്ത് പോകുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് അല്ലേ. എല്ലാവരുടെയും താല്പര്യങ്ങൾ നമ്മൾ പരിഗണിക്കണം, അല്ലെങ്കിൽ അവസാനം നല്ലൊരു ഗെറ്റ് ടുഗദർ കുളമാകുക തന്നെ ചെയ്യും. എൻ്റെ കുടുംബവും എറണാകുളത്തുള്ള നമ്മുടെ ഫാമിലി ഫ്രണ്ട്സും കൂടെ ഒരു ഡിന്നർ പോയ വിശേഷങ്ങളാണ് ഇന്ന്. എ ഡേ വിത്ത് മൈ ഫാമിലി എന്ന് വേണമെങ്കിൽ പറയാം. കാക്കനാടുള്ള 1947 എന്ന റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ പോയത്. രസകരമായിട്ടുള്ള ഈ ഫാമിലി വ്ലോഗ് മുഴുവൻ കാണാൻ മറക്കരുതേ. ആദ്യം കഴിച്ചത് സ്പൈസ് ക്രാബ് ക്ലോസ് വിത്ത് സലാഡ്. ഇമ്മിണി നീണ്ട പേരാണെങ്കിലും ഒരു രക്ഷയില്ലാത്ത ഐറ്റം ആയിരുന്നു. ഞണ്ടിൻ്റെ ഇറച്ചി മാത്രം എടുത്ത് മസാലയൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തൊരു ഐറ്റം. തുടക്കം തന്നെ അങ്ങോട്ട് പൊളിച്ചടുക്കിട്ടോ. സ്വീറ്റ് ചില്ലി മാംഗോ സലാഡ്, പ്രതീക്ഷിക്കാത്ത രുചിയും വ്യത്യസ്തതയും. നല്ല ചെനച്ച മാങ്ങ ഉണ്ടല്ലോ, നല്ല മുളക് മസാലയൊക്കെ ഇട്ട് സ്വീറ്റ് ചില്ലി സോസും ഒക്കെ കൂട്ടിച്ചേർത്ത് ഇങ്ങോട്ട് തന്നു. റോസ്റ്റഡ് ബീഫ് സലാഡ്, ബീഫ് ഗ്രില്ല് ചെയ്ത് ആവശ്യത്തിന് വെജിറ്റബിളൊക്കെ മിക്സ് ചെയ്ത് മിൻറ്റ് ചട്നിയും മയണൈസും ഒക്കെ മിക്സ് ചെയ്ത ഒരു ഐറ്റം. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമായി. ഒരു കംപ്ലീറ്റ് മീൽ എന്ന് പറയാം. ഇറച്ചിയും വെജും സോസും ഒക്കെ ഉണ്ടല്ലോ. കോഴി കുരുമുളക് ഫ്രൈ, തനി നാടൻ മസാലയിട്ട് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്ത ഐറ്റം. ഇച്ചിരി ചോറിൻ്റെ കൂടെ ഇവനെ ഒന്ന് പിടിച്ചാണ്ടല്ലോ മാഷെ പൊളിക്കൂട്ടാ. ക്രഞ്ചി സെസമി പ്രോൺസ്, ഇതൊരു ചൈനീസ് സ്റ്റാർട്ടറാണ് കേട്ടോ. മസാലയിട്ട് മൊരിച്ചെടുത്ത പ്രോൺസിൻ്റെ രുചി കയറ്റിയത്. സ്വീറ്റ് ചില്ലി സലാഡാണ്. കൊണ്ടുവച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ, പോയ വഴി അറിഞ്ഞിട്ടില്ലേ. ഇത് പുളിയിഞ്ചി ചെമ്മീനാണ്. ഒരു ഫ്യൂഷൻ ഡിഷാണ്. നമ്മുടെ പുളിയിഞ്ചി ഉണ്ടല്ലോ, അതിൽ ചെമ്മീൻ തവ ഗ്രില്ല് ചെയ്ത് മിക്സ് ചെയ്ത് എന്തൊക്കെയോ സോസ് ഇട്ടുള്ള ഒരു ഐറ്റമാണ്. ചെമ്മീനും ഇഞ്ചമ്പുളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കൂട്ടിക്കൊഴിച്ചപ്പോൾ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പക്ഷെ പിള്ളേർ അതിന് കടിപിടിയായിരുന്നു. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ ഒരു ഐറ്റം ഇത് തന്നെയായിരുന്നേ. അടുത്തത് കബാബിന്റെ സെക്ഷനാണ്. സച്ചുവിനും പീപ്പുവിനും സിദ്ധുവിനും ഒക്കെ ഇത് കൂടുതൽ ഇഷ്ടമാണ് കബാബ്സ്. കിട്ടിയ സ്ഥിതിക്ക് ഞാനും നോക്കി. ചിക്കൻ, മട്ടൻ, ബീഫ് അങ്ങനെ പലവിധ മീറ്റുകളിൽ പല രുചിയിൽ ഇവിടെ കബാബ്സ് ഉണ്ട്. കഴിക്കാൻ മാത്രമല്ല ഇവരുടെ പ്രസന്റേഷൻ അടിപൊളിയാണേ. ഈ കബാബ് പോലത്തെ ഐറ്റംസ് ഒന്നും എനിക്ക് അത്ര പ്രിയമല്ലാത്തത് കൊണ്ട് നല്ല ചൂട് വെള്ളം കുടിച്ച് എൻ്റെ ഫേവറേറ്റ് ഐറ്റത്തിലേക്ക് വേഗം അങ്ങോട്ട് ചാടി പിടിച്ച് ചിക്കൻ കൊണ്ടാട്ടമാണിത്. ബോണും ബോൺലെസ്സും ഒക്കെ ഇവിടെയുണ്ട്. നമ്മുടെ താല്പര്യം അനുസരിച്ച് ഇവർ ചെയ്തു തരും. നല്ല സ്പൈസി ആൻഡ് ടേസ്റ്റി ഡിഷാണ് ഇത്. നല്ല ചൂട് നൂൽ പൊറോട്ടയുടെ കൂടെ പൊളിക്കും. ചോറായാലും ബെസ്റ്റ്. അടുത്തത് ഒരു ഡ്രാഗൺ ചിക്കൻ ആണ്. ചൈനീസ് ഐറ്റം ആണ് കേട്ടോ. പേര് പോലെ തന്നെ രുചിയും ഭീകരമായിരുന്നു. ചൈനീസ് ആണെങ്കിലും ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് ഈ ഡ്രാഗൺ ചിക്കൻ്റെ ഇത്. സത്യം പറഞ്ഞാൽ ഈ ജ്യൂസിന് വേണ്ടി 8 പേരും ഇഡ്ഡി ഉണ്ടാക്കി കേട്ടോ. അത്ര വെറൈറ്റിയും ടേസ്റ്റിയും ആയിരുന്നു. ശരിക്കും മൊത്തം ഫുഡ് കഴിച്ചതിൽ എനിക്ക് ഇനിയും വേണം ഇനിയും വേണ്ട പോരാ എന്ന് തോന്നിയ ഒരു ഐറ്റം ആയിരുന്നു ഈ ഒരു മാരക കോമ്പിനേഷൻ. നമ്മുടെ OMKV ഉണ്ണിയാണ് നമ്മുടെ പാൽക്കപ്പ കണ്ടുപിടിച്ചത്. പക്ഷെ ഇന്ന് ലോകം മുഴുവനുള്ള മലയാളികളുടെ ഇഷ്ടവിഭവമാണ് പാൽക്കപ്പ. ഇതിൻ്റെ കൂടെ ബീഫാണെങ്കിലും നല്ല നല്ല കോട്ടയം സ്റ്റൈൽ ചിക്കൻ കറി ആണെങ്കിലും പൊളിച്ചെടുക്കും. അതും ഒറ്റയടിക്ക് എല്ലാവരും കഴിച്ചു. പാലക്കാടുകാരുടെ സ്പെഷ്യലാണ് ബൺ പൊറോട്ട. പക്ഷെ ഇവിടെ ഉള്ളത് കണ്ടപ്പോൾ നാണിച്ചു പോയിട്ടോ. അത്രയും പെർഫെക്റ്റും സോഫ്റ്റും ആയിട്ടുള്ള ബൺ പൊറോട്ട നമുക്കില്ലേ പാലക്കാട്. കൂടെ കിട്ടിയതോ ചിക്കൻ കൊച്ചുള്ളി കറി, അതായത് നല്ല തേങ്ങാപ്പാലിൽ ചിക്കനും നമ്മുടെ ചെറിയുള്ളിയില്ലേ അതൊക്കെ ഇട്ട് വേവിച്ചെടുത്ത ഒരു വിഭവം. എല്ലാം കൂടെ ഐറ്റംസ് തിന്ന് നോക്കുമ്പോഴേ നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ആവും കേട്ടോ. ഇഷ്ടമുള്ളത് പൂർണ്ണമായി കഴിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ, അടുത്ത കുറേ ടേസ്റ്റ് ചെയ്യണ്ടേ, അപ്പം ഇത് തിന്ന് വയറ് നിറയ്ക്കണ്ടേ എന്നുള്ളൊരു വിഷമാകും. ഇനി എറണാകുളത്ത് വരുമ്പോൾ ഓരോ ഐറ്റം മാത്രമായിട്ട് വാങ്ങി ട്രൈ ചെയ്യണമെന്ന് അപ്പോഴേ ഞാൻ മനസ്സിലുറപ്പിച്ചു. ഇത് കല്ലപ്പം, ഇപ്പം നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റമാണ്. കൂടെ വലിയൊരു തോണി നിറയെ കടൽക്കൂട്ട്. കടലിലെ ഏറ്റവും രുചിയുള്ളവരെ ഏറ്റവും ഫ്രഷ് ആയിട്ട് പിടിച്ച തേങ്ങാപ്പാലിലും നാടൻ മസാലയിലും വേവിച്ചെടുത്ത ഒരു മാസ് എൻട്രി. ഒരു കുടുംബത്തിന് ഈ കടൽക്കൂട്ടും പിന്നെ അപ്പവോ ചപ്പാത്തിയോ പൊറോട്ടയൊക്കെ ഉണ്ടെങ്കിൽ സേഫ് ആയിട്ടുള്ള ചോയ്സാണ്. വേറെ ഒന്നും പിന്നെ വേണ്ട കേട്ടോ. എൻ്റെ വയർ ഇപ്പോൾ പൊട്ടും, ഇനി ഒന്നുമേ കഴിക്കില്ല എന്ന് വിചാരിച്ചപ്പോൾ ദേ ഒരു പെരുത്ത ചതി നടന്നു കേട്ടോ. നല്ല മൺചട്ടിയിൽ വാഴയില വെച്ച് പൊറോട്ടയും ബീഫ് കറിയും ലെയറിട്ട് തേങ്ങാപ്പാലിൽ കുതിർത്ത് ചെറുതീയിൽ ദം ചെയ്തെടുത്ത ദം പൊറോട്ട. ഇത് ചിക്കനിലും കിട്ടുവേ. ഇനി വയർ പൊട്ടിയാലും കുഴപ്പമില്ല, ഇതിൻ്റെ രുചി കൂടി നോക്കിയിട്ടേ അടങ്ങൂ എന്ന് ഞാൻ. ശരിയാണ് കേട്ടോ, കഴിച്ചില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായേനെ. ലാസ്റ്റ് അല്പം മധുരം കഴിച്ചിട്ട് പിഴിയുന്നതല്ലേ അതിൻ്റെ ഒരു ഇത്. ടെൻഡർ കോക്കനട്ട് പുഡിങ്ങും ഗ്രീൻ ആപ്പിൾ പുഡിങ്ങുമാണ് ഞാൻ ട്രൈ ചെയ്തത്. എനിക്ക് സത്യത്തിൽ ഇഷ്ടമായത് കരിക്ക് പുഡിങ് തന്നെയാണ് കേട്ടോ. താരുവിനും സിദ്ധുവിനും പണ്ടേ ഇഷ്ടം കാരമൽ പുഡിങ്ങാണ്. അതേൽ തൊട്ടാ പിള്ളേർ എന്നെ അലമ്പാക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ മിണ്ടാണ്ട് ഒരു ഭാഗത്തിരുന്നു. പക്ഷെ കണ്ടാൽ തന്നെ അറിയാം സംഭവം മാസാണ്. 1947 കേട്ടാ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് എന്താണ്? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇതുവരെയുള്ള എൻ്റെ ഭക്ഷണ സങ്കല്പങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് 1947
കാക്കനാടുള്ള ഈ റെസ്റ്റോറൻറ്റ്. ഈ 1947 എന്നുള്ളത് പേര് പോലെ തന്നെ നമ്മളുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മിക്കവാറും എല്ലാ ഇവന്റ്സും കോർത്തിണക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു ഹോട്ടലിൽ സ്വാഭാവികമായിട്ടും ഭക്ഷണം കഴിക്കാൻ പോകുന്നത് തന്നെയല്ല അല്ലെ, നമ്മളെ കുടുംബത്തോടൊപ്പം ആയിരിക്കും അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊപ്പം ആയിരിക്കും. അപ്പൊ നമ്മളുടെ അത്രയും തന്നെ നമ്മുടെ മക്കൾക്ക് പല കാര്യങ്ങളും എന്താ പറയുക പഠിക്കുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ടൊരു അവയർനെസ് ഉണ്ടാവണമെന്നില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇവിടെയുള്ള ഓരോ ചിത്രങ്ങളും അതിന് താഴെ എഴുതി വെച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങളും ശരിക്കും അവർക്കൊരു പാഠപുസ്തകത്തിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ നല്ല അറിവുകൾ കിട്ടുന്നുണ്ട് കേട്ടോ. പതിവിന് വിപരീതമായിട്ട് ഇവിടുത്തെ ആംബിയൻസ് ഭയങ്കര രസമാണ്. ഇവിടുത്തെ ഫർണിച്ചർ, ഇവിടുത്തെ അറേഞ്ച്മെന്റ്, അതിനേക്കാൾ ഉപരിയായി ഇവരുടെ സ്റ്റാഫിന്റെ പെരുമാറ്റം നമ്മുടെ എന്താ പറയാ മനസ്സിനെ സ്പർശിക്കുന്നതാണ്. സാധാരണ രീതിയിൽ ഇവരുടെ അധികം വ്ലോഗ്സ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അവർ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഞങ്ങളുടെ പബ്ലിസിറ്റി നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന നിങ്ങളുടെ ഏറ്റവും നല്ല വാക്ക്, സംതൃപ്തിയിൽ പൊതിഞ്ഞ വാക്കാണ് എന്നുള്ളതാണ് ഇവർ പറഞ്ഞത്. അത് 100% സത്യമാണെന്നുള്ള ഇവിടെ ഒന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത്രയും പെർഫെക്റ്റ് ആണ്. കഴിക്കുന്ന സമയം പൂർണ്ണമായിട്ടും മൊബൈൽ ഒഴിവാക്കി വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിച്ച ബില്ലില്ലേ അതിൽ 5% ഡിസ്കൗണ്ട് ഉണ്ട്. മുതിർന്ന പൗരന്മാർക്ക് ഒരു 5% ഡിസ്കൗണ്ട് ഉണ്ട്. പട്ടാളക്കാർക്കുണ്ട്. 6 വർഷമായിട്ട് ഇവർ കാക്കനാട് തുടങ്ങിയിട്ടുള്ള കുഴിക്കാട്ട് മൂലയിലാണ് ഈ പ്രവർത്തനം തുടങ്ങിയത്. ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്ന സ്ഥിരം കസ്റ്റമേഴ്സ് തന്നെയാണ് കേട്ടോ. അത് തന്നെ ഇവരുടെ ക്വാളിറ്റിയെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു മണി ഉണ്ട് കേട്ടോ. ഭക്ഷണം ഇഷ്ടപ്പെട്ട നമുക്കത് പോകുമ്പോൾ അടിച്ചേച്ച് പോവാം. ഞങ്ങൾ 8 പേരും മത്സരിച്ച് മാറി മാറി അടിച്ചു. അവിടെ കഴിക്കാൻ വന്നവർ പോലും ചിരിച്ചു പോയി ഞങ്ങളുടെ ഒരു സന്തോഷം കണ്ടപ്പോൾ. എറണാകുളത്ത് എന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംഭവമാണ് പാർക്കിങ്. ഇവിടെ പാർക്കിംഗ് അതിവിശാലമാണ്. 300 വണ്ടിയോളം ഇവിടെ അറ്റ് എ ടൈം പാർക്ക് ചെയ്യാൻ പറ്റും. ഒരു 12 മണി തൊട്ട് രാത്രി 11 മണി വരെയാണ് ഏകദേശം റെസ്റ്റോറൻറ്റ് പ്രവർത്തിക്കുന്നത്. ചട്ടിച്ചോറ്, ചമ്മന്തിച്ചോറ്, ഇറച്ചിച്ചോറ്, അങ്ങനെ ചോറിൻ്റെ വിഭവങ്ങൾ ഒരു 12 to 2 മണി വരെ ഉണ്ടായിരിക്കും. വെള്ളിയും ഞായറും ലൈവ് മ്യൂസിക് ഉണ്ടാവും. അതൊരു പ്രത്യേകതയാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും എറണാകുളത്ത് വരികയാണെങ്കിൽ, എറണാകുളത്തുള്ളവരാണെങ്കിൽ ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ടാൽ ഒരിക്കലും ഈ മണി അടിക്കാനും മറന്നു പോകല്ലേ.